അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗുവാഹത്തിയിലെ ഗാനപ്പാറ വെറ്റിനറി കോളേജ് മൈതാനത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്തു. ഇവർക്കു പുറമെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, BJP അധ്യക്ഷൻ നിതിൻ നബീൻ, 40-ലധികം NDA മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും ചടങ്ങിനെ സാക്ഷ്യം വഹിച്ചു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റുകൾ നേടിയാണ് NDA സഖ്യം മൂന്നാം തവണയും അധികാരം നിലനിർത്തിയത്. ഇതിൽ BJP തനിച്ച് 82 സീറ്റുകൾ നേടി. സഖ്യകക്ഷികളായ അസം ഗണപരിഷത്തും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതം നേടി. മുഖ്യമന്ത്രിയോടൊപ്പം 4 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അസം ഗണപരിഷത്ത് അധ്യക്ഷനും ബോക്കാഘട്ട് MLAയുമായ അതുൽ ബോറ, BPLFന്റെ പ്രതിനിധിയായി ചരൺ ബോറോ, മുൻ കേന്ദ്രമന്ത്രിയും ചായത്തോട്ടം തൊഴിലാളി വിഭാഗത്തിൽ നിന്നുള്ള നേതാവുമായ രാമേശ്വർ തേലി, അസമിലെ ആദ്യ വനിതാ ധനമന്ത്രിയും ഗോലാഘട്ട് MLAയുമായ അജിത നിയോഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുതിർന്ന BJP നേതാവ് രഞ്ജിത് കുമാർ ദാസിനെ അസം നിയമസഭയുടെ പുതിയ സ്പീക്കറാക്കുമെന്നാണ് വിവരം. നേരത്തെ പഞ്ചായത്ത് ഗ്രാമവികസന മന്ത്രിയായും BJP സംസ്ഥാന അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മയുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് അസമിൽ NDAയുടെ തുടർഭരണത്തിന് വഴിയൊരുക്കിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.